അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദു. ഏറ്റവും ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, സുഹൃത്തുക്കളെ, ഒരിക്കൽ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തേക്ക് ഒരു വ്യക്തി കടന്നു വന്നുകൊണ്ട് ചോദിച്ചു, എനിക്ക് ധാരാളം കടങ്ങളുണ്ട്, അത് വീട്ടുവാനുള്ള കഴിവ് എനിക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏതെങ്കിലും രൂപത്തിൽ എന്നെ സഹായിക്കണം. ഈ സന്ദർഭത്തിൽ മഹാനായ അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ചില വാചകങ്ങൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. ആ വാചകങ്ങൾ എനിക്ക് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നതാണ്. എന്നിട്ട് അദ്ദേഹം ഒരു പ്രാർത്ഥനയാണ് ഈ ചോദിച്ചു വന്ന വ്യക്തിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അല്ലാഹുമ്മ ഇക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വ അഗ്നിനി ബിഫദ്ലിക അമ്മൻ സിവാക്. ഈ പ്രാർത്ഥന പറഞ്ഞതിന് ശേഷം അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിനക്ക് ഒരു സ്വബീർ മലയോളം വലുപ്പമുള്ള കടങ്ങളുണ്ടെങ്കിലും ഈ പ്രാർത്ഥന മൂലം അള്ളാഹു അത് നിനക്ക് വീട്ടിത്തരുന്നതാണ്, ആ കടം നിന്നിൽ നിന്നും നീക്കിത്തരുന്നതാണ് എന്ന് അലി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഈ പ്രാർത്ഥനയുടെ അർത്ഥം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹുമ്മ ക്ഫിനി ബി ഹലാലിക അൻ ഹറാമിക. അള്ളാഹുവേ, നീ അനുവദിച്ചു തന്ന കാര്യങ്ങൾ കൊണ്ട് എനിക്ക് മതി വരുത്തി, അഥവാ നീ ഹലാലാക്കിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് നീ എനിക്ക് തൃപ്തി നൽകണം. അതോടൊപ്പം തന്നെ നീ ഹറാമാക്കിയിട്ടുള്ള, നിഷിദ്ധമാക്കിയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും എന്നെ നീ വിട്ടു നിർത്തുകയും ചെയ്യണമേ. വ അഗ്നിനി ബിഫദ്ലിക അമ്മൻ സിവാക്. നിൻ്റെ ഔദാര്യം കൊണ്ട് എനിക്ക് ഐശ്വര്യം നൽകുകയും മറ്റു ജനങ്ങളിൽ നിന്നും നിൻ്റെ ഔദാര്യം കൊണ്ട് എനിക്ക് ഐശ്വര്യം നൽകുകയും മറ്റുള്ളവരുടെ ഔദാര്യം ചോദിക്കുന്നതിൽ നിന്നും എന്നെ നീ വിട്ടുനിർത്തുകയും ചെയ്യണമേ എന്നതാണ്. അള്ളാഹു ഹലാലാക്കിയ കാര്യങ്ങൾ നമുക്ക് തൃപ്തി വരുന്നുവെങ്കിൽ ഹറാമിലേക്ക് പോകുന്ന അവസ്ഥ ഉണ്ടാവുകയില്ല. ഒരു ഹലാല് പൂർത്തിയാകുമാർ, ഒരു ഹലാല് ജീവിതത്തിൽ തൃപ്തി വരാതെ ഇരിക്കുമ്പോഴാണല്ലോ, ഹലാല് കൊണ്ട് തൃപ്തിപ്പെടാത്തവരാണല്ലോ ഹറാമുകളിലേക്ക് കടന്നു ചെല്ലാറുള്ളത്. അള്ളാഹു ഹലാലാക്കിയ സമ്പത്ത്, ആ ഹലാലായ സമ്പത്ത് ജീവിതത്തിൽ തൃപ്തി വരുന്ന, അള്ളാഹു നൽകിയതിൽ തൃപ്തിപ്പെടാത്തവരാണല്ലോ ഹറാമായ സമ്പാദ്യങ്ങളിലേക്കും പലിശകളിലേക്കും കടന്നു പോകാറുള്ളത്. അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ഈ പ്രാർത്ഥനയുടെ പ്രസക്തി മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള ഹറാമുകൾ, പാനീയവും അതുപോലെയുള്ള മറ്റു ഏതെല്ലാം മേഖലയിൽ ഹറാമായ കാര്യങ്ങളുണ്ടോ അവയിൽ നിന്നെല്ലാം രക്ഷ തേടുകയും അള്ളാഹു ഹലാലാക്കിയ എല്ലാ കാര്യങ്ങളിലും തൃപ്തി വരികയും ചെയ്യുന്നുവെങ്കിൽ ആ വ്യക്തിക്ക് അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ടുള്ള നല്ലൊരു ജീവിതം നയിക്കുവാൻ സാധിക്കും എന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥനകൾ നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും പ്രത്യേകിച്ചും കടങ്ങൾ വീട്ടിക്കിട്ടുവാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച പ്രാർത്ഥന എന്ന നിലക്ക് കടങ്ങൾ വീട്ടുവാൻ വേണ്ടിയും അല്ലാത്ത നിലക്കും നമ്മുടെ ജീവിതത്തിൽ എല്ലാ തിന്മകളിൽ നിന്നും രക്ഷ കിട്ടുവാൻ, എല്ലാ ഹറാമായ കാര്യങ്ങളിൽ നിന്നും ഹലാലായതിനെ തൃപ്തിപ്പെട്ടുകൊണ്ട് അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട രൂപത്തിൽ ജീവിക്കുവാനുള്ള തൗഫീക്കിന് വേണ്ടി നമ്മൾ ഈ പ്രാർത്ഥന പഠിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.